പല മക്കളും വിചാരിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ അവരോട് മോശമായി പെരുമാറുന്നു എന്നവർക്ക് തോന്നിയാൽ അത് ആരോടും പങ്കുവെക്കാം, അത് ആരോടും പറയാം, ഏത് സദസ്സിലും വിളിച്ചു പറയാം, അതിൽ കുഴപ്പമില്ല. കാരണം ഉപ്പയല്ലേ അനീതി ചെയ്യുന്നത്, ഉപ്പയല്ലേ അക്രമം ചെയ്യുന്നത്, ഉമ്മയല്ലേ അനീതി ചെയ്യുന്നത് എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അത് മാതാപിതാക്കളോടുള്ള ഇഹ്സാനിൻ്റെ ഭാഗമല്ല എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുക്കണം. ഏറ്റവും നന്നായിട്ടുള്ള സുഹബത്ത് ഉമ്മയോടാണ്, പിന്നീട് ഉപ്പയോടാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഏറ്റവും നന്നായി അവരോട് വർത്തിക്കണം എന്ന് ഖുർആനിലുണ്ട്. കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് ഖുർആനിലുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഖുർആനിലുണ്ട്. അവരെ തള്ളിപ്പറയരുത് എന്ന് ഖുർആനിലുണ്ട്. അവരെ ആട്ടിയകറ്റരുത് എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും അവർക്ക് നന്മ ചെയ്തു കൊടുക്കുക. അവരിൽ നിന്ന് വല്ല ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഖുർആനിൻ്റെ പൊതുതത്വം തന്നെ എന്താണ്? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടുക. അപ്പോൾ നിങ്ങൾക്കും ആർക്കുമിടയിലാണോ ശത്രുതയുള്ളത്, അവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രമായി മാറും. അപ്പോൾ ഏറ്റവും കടുത്ത ശത്രുക്കൾ പോലും നല്ല പെരുമാറ്റം കൊണ്ട് മിത്രമാവുമെങ്കിൽ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫളഹുല്ലാഹ് സൂചിപ്പിച്ചതുപോലെ നമ്മോട് ഏറ്റവും അധികം റഹ്മത്തുള്ള, നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും നമ്മുടെ നല്ല പെരുമാറ്റത്തിലൂടെ അവർ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് വേണ്ടത്. അവരുടെ പോരായ്മകൾ മറ്റുള്ളവരുടെ മുന്നിൽ മറച്ചു വെക്കുകയാണ് വേണ്ടത്. നല്ല നിലക്ക് അവരോട് വർത്തിക്കുകയാണ് വേണ്ടത്. അതിനാണ് ശുഭകരമായ പര്യവസാനം എന്നാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫളഹുല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.